അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽഫാം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ എന്നിപ്പോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും അൽഫാം എന്ന് പറയുന്ന ഒരു സാധനം ഒട്ടേറെ പ്രോട്ടീൻ ഉള്ള സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് കഴിക്കുന്ന ഐറ്റമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അൽഫാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാം. ചുട്ടാണ് എടുക്കുന്നത് അല്ലെ. അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, ഈ കരിഞ്ഞ ഭാഗം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കും. ഗ്രില്ല് ചെയ്യുമ്പോൾ രണ്ട് രാസവസ്തുക്കളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഹെട്രോസൈക്ലിക് അമിനേസും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് ശരിക്കും ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഈ ഒരു കെമിക്കൽ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ അക്രമൈഡിന്റെ അളവ് കൂടുകയും ചെയ്യും. അതും ഒരു രാസവസ്തുവാണ്. അപ്പൊ ഇതിന്റെ അളവ് കൂടുമ്പോഴത്തേക്കുമാണ് ഈ ശരിക്കും ഇത് കരിയുന്നത്. അപ്പൊ കരിഞ്ഞിട്ട് ആ വസ്തു നമ്മൾ കഴിക്കുമ്പോൾ അത് ഹാംഫുൾ ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ശരിയാണ്, ഈ കെമിക്കൽസ് ഹാംഫുൾ ആണ്. അപ്പൊ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ കണ്ടിന്യൂസ് അൽഫാം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു അൽഫാം മാത്രം കൊണ്ട് ക്യാൻസർ വരത്തില്ല. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ചേർന്ന് അത് എല്ലാം കൂടെ ചേരുമ്പോഴേ ക്യാൻസർ കോസ് ചെയ്തു. അതുപോലെ അൽഫാം മാത്രം കഴിക്കുന്നു, വെജിറ്റബിൾസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ അൽഫാം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. ഈവൻ നമ്മളുടെ കോളൻ, അതായത് ഇൻഡസ്റ്റൈനിന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൽക്കഹോൾ കൺസെപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആൽക്കഹോളിക് ലിവർ സിറോസിസ് വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എല്ലാ ഫാക്ടേഴ്സും കോമൺ ആയാൽ മാത്രമേ അവർക്ക് അസുഖം വരണമെന്ന് റീസൺസ് ഉള്ളൂ. അതുപോലെയാണ് അൽഫാം കഴിച്ചത് കൊണ്ട് മാത്രം ക്യാൻസർ വരണമെന്നില്ല. ക്യാൻസർ വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് റിസ്ക് ഫാക്ടർ ഒരുമിച്ചുണ്ട്. ഇപ്പൊ അൽഫാം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്മോക്കിംഗ് ഉണ്ട്, ഒരുപാട് ആൽക്കഹോളിസം ഉണ്ട്, ഫുഡ് കഴിക്കുന്ന പ്രോപ്പർ അല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള റീസൺ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മാക്സിമം ഈ കരിഞ്ഞ ഭാഗങ്ങൾ കഴിക്കാതിരിക്കാം. പിന്നെ നമ്മൾ ഈ പൊരിക്കുന്ന സമയത്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് തീയിൽ വെച്ച് പൊരിക്കാതിരിക്കാം. ഡയറക്റ്റ് ആയിട്ട് ഈ ഗ്രേവി ഒഴിച്ചിട്ട് പൊരിക്കുന്ന ആ ഒരു സെറ്റപ്പ് വേണ്ട. അതൊക്കെ ഭയങ്കര ഹാംഫുൾ ആണ്. അതുപോലെ തന്നെ ഈ പൊരിക്കുന്ന സമയത്ത് ഒന്നും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ബേൺ കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ അൽഫാം എന്ന് പറയുന്നത് ക്യാൻസറസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ അത് ക്യാൻസറസ് ആവുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.